കേരളത്തിലെയും ഇന്ത്യയിലെയും നദികളെ കുറിച്ച് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ഓപ്ഷൻ സി നർമ്മദ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി സിന്ധു നദിക്കരയിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഓപ്ഷൻ സി ലൂണി നദിയാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേ 2. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത്. അടുത്ത ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ബി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി നദിയാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി കാവേരി. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അട്ടപ്പാടി. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ, അലഹാബാദ്. ഹാൽഡിയ മുതൽ അലഹാബാദ് വരെയാണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദീതീരത്താണ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് 1, 3, 4. 1 സിന്ധു, 3 നർമ്മദ, 4 പെരിയാർ എന്നിവ അറബിക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. 1 പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചമലയിൽ നിന്നാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ബി ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദി. അടുത്തത്, അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. അടുത്തത്,
സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. അറ്റോക്ക്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് അറ്റോക്ക്. അടുത്ത ചോദ്യം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഓപ്ഷൻ സി മഹാനദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് മഹാനദി. അടുത്തത്, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. ഓപ്ഷൻ എ ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. തൂതപ്പുഴയിൽ. അടുത്ത ചോദ്യം, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി നദീതീരം. അടുത്തത്, ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏത്? ഓപ്ഷൻ ഡി ഗംഗയാണ് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഗംഗ. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ സി കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. അടുത്ത ചോദ്യം, ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന്? 2008 പ്രഖ്യാപിച്ചത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ബി പൊന്നാനി കനാലാണ്. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. അടുത്തത്, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ചുവടെ സൂചിപ്പിക്കുന്നതിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ സി സത്ലജ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാറ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. കേരളത്തിൽ 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാറ്. ചൂർണി, പൂർണ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്?
ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാരണാസി ഏത് നദീതീരത്താണ്? ഓപ്ഷൻ സി ഗംഗാ നദീതീരത്താണ് വാരണാസി. അടുത്ത ചോദ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴയുടെ നീരൊഴുക്കാണ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി സിക്കിം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏതു നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏതു നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, ടീസ്ത ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? തന്നിരിക്കുന്നതിലെ ഗോദാവരിയുടെ പോഷക നദിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1 ഗോദാവരിയുടെ പോഷക നദി പെൻഗംഗയാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ. അടുത്തത്, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഓപ്ഷൻ ബി കല്ലടയാറ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറ്. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ്? ഓപ്ഷൻ സി നർമ്മദ. ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. അടുത്ത ചോദ്യം, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ് ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1 അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. 2 അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. 3 കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ്. ഇവിടെ ക്വസ്റ്റ്യൻ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്തത്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറ്. 2 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 3 ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. 3 ഏറ്റവും നീളമുള്ള 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. അതും ശരിയാണ്. അടുത്ത ചോദ്യം,
സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾഖുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കാൽനൂറ്റാണ്ടിനു മുൻപ് വറ്റിവരണ്ടു പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചുകൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി കൊടുങ്ങരം പള്ളം പുഴയാണ്. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊടുങ്ങരം പള്ളം പുഴയുടെ ഉത്ഭവം എവിടെയാണ്? പെരുമാൾഖുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്